ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഗെയിമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ വന്നു നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തൊക്കെ വന്നത് എന്തായാലും നോക്കട്ടെ. ഓക്കെ, ഒരു ഷോർട്ട് ടൈം ബാക്ക് പുതിയതായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. റോഡ്രിഗോ ഉണ്ട്, അതുപോലെ തന്നെ ഹാരി കെയ്ൻ, പിന്നെ ഹാലൻഡ് ഉണ്ട് ഗൈസ്. പിന്നെ ഓക്കെ, ചാമ്പ്യൻഷിപ്പ് ക്ലബ് ഇവൻ്റ് എന്ന് പറഞ്ഞൊരു ഇവൻ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. AC മിലാൻ്റെ, ബാർസലോണയുടെ അങ്ങനെ ഒരു കൊണ്ടുവന്നായിരുന്നു. അതുപോലെ തന്നെ ആർസെനലിൻ്റെ കൊണ്ടുവന്നായിരുന്നു. ഇപ്പോൾ AC മിലാൻ്റെയാണ് ഈ കൊണ്ടുവന്നേക്കുന്നത്. പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, AC മിലാൻ്റെ പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കോയിനൊക്കെ ഉള്ളവർ എന്തായാലും എടുക്കുക ഗൈസ്, പാക്കൊക്കെ എടുക്കുക. വേറെ നമുക്ക് പാക്കിലേക്ക് നോക്കുവാണെങ്കിൽ പാക്കിൽ നമ്മുടെ ഷോർട്ട് ടൈം പാക്ക് വന്നിട്ടുണ്ട്. ഗോൾ മിഷൻസ് എന്ന് പറഞ്ഞൊരു തീമിലാണ് ഗൈസ് അവർ കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ ഹാലൻഡ് ഉണ്ട്, ഗോൾ പോച്ചറാണ് ഗൈസ്. അപ്പോൾ താല്പര്യമൊക്കെ ഉള്ളവർക്ക് ഗൈസ്. അപ്പോൾ ഞാൻ MSN പാക്ക് ഇറക്കാൻ വേണ്ടിയാണ് ഗൈസ് ഇരിക്കണത്. അപ്പോൾ അതിനകത്ത് നിന്ന് ആരെങ്കിലും ഒരാളെ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും കറക്കി നോക്കാം. അപ്പോൾ പ്ലെയർ ഓഫ് ദി ഗോ വേണേൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയർ ഓഫ് ദി ഗോ ആണെന്ന് പറയാം. സാക്കയുണ്ട്, അതുപോലെ തന്നെ ഫെഡറിഗോ, വാൽവേഡൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീ സ്പിന്നൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ വേറെ പാക്കുകളൊന്നും അങ്ങനെ വന്നിട്ടില്ല ഗൈസ്. ഇനി നമ്മുടെ മാച്ചിലേക്ക് പോകാം ഗൈസ്. മാച്ചിൽ പോവുകയാണെങ്കിൽ മാച്ചിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് നോക്കട്ടെ. ഓക്കെ, നാഷണൽ ടീം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദിൻ്റെ ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതെന്തായാലും കളക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ AC മിലാൻ്റെ റൗണ്ട് 1 വന്നെടുക്കുന്നുണ്ട്. ഓക്കെ, AC മിലാൻ്റെ റൗണ്ട് 1 എന്തായാലും വന്നെടുക്കുന്നുണ്ട്. വേറെ ഇവൻ്റൊന്നും ഇല്ല ഗൈസ്, വേറെ പ്രത്യേകിച്ച് ഇവൻ്റൊന്നും വന്നിട്ടില്ല. പിന്നെ ഓൺലൈൻ മാച്ചിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂറോപ്യൻ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു റാൻഡം ബൂസ്റ്റർ കിട്ടും ഗൈസ്. കളിച്ച് കഴിഞ്ഞാൽ റാൻഡം ബൂസ്റ്റർ കിട്ടും. നാഷണൽ ടീം എന്ന് പറഞ്ഞാൽ ഇതിനകത്തായിരിക്കും മിക്കവാറും കോയിൻ്റെ ഇവൻറ്റ്. യെസ് ഗൈസ്, ഇതിനകത്ത് ഒരു 50 ക്ലബ് കോയിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ MSN ബാഗൊക്കെ ഇറക്കിയെങ്കിൽ അതിനകത്ത് നിന്ന് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ പ്ലെയർ ഓഫ് ദിക്കിന് ആരെ കിട്ടിയെന്ന് വെച്ചാൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഗൈസ്. പിന്നെ അടുത്ത മാസം 5-ാം തീയതി, അതായത് അടുത്ത വ്യാഴാഴ്ച മിക്കവാറും ഒരു അപ്ഡേറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു മേജർ അപ്ഡേറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും, നോക്കാം എന്തായാലും. പിന്നെ ഷോപ്പിനകത്തൊരു പ്ലെയറിനെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ AC മിലാൻ്റെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബാർസലോണ നേരത്തെ വന്ന പ്ലെയറിനെ ആഡ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മളെന്തായാലും മാച്ച് കളിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ മാച്ച് കളിച്ച് നമ്മളങ്ങനെ ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീ സ്പിൻ എന്തായാലും കറക്കി വെക്കാം ഗൈസ്. അപ്പോൾ അതിനകത്ത് നിന്ന് ആരെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ 2-3 ടാർഗറ്റൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഫ്രീ സ്പിന്നിൽ നിന്ന് ആരെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ടാർഗറ്റ് പറയുകയാണെങ്കിൽ ഒരാൾ സാക്കിയാണ് ഗൈസ്. പിന്നെ വാൽവേഡനെ കിട്ടിയാലും കുഴപ്പമില്ല. വാൽവേഡെ റൈറ്റ് ബാക്കായിട്ടാണ് ഗൈസ് വന്നേക്കണേ. അപ്പോൾ വാൽവേഡയും അതുപോലെ തന്നെ സാക്കിയാണ് എൻ്റെ മെയിൻ ടാർഗറ്റ്. ആരെങ്കിലും ഒരാൾ കിട്ടുമെന്ന് എനിക്കറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. നോക്കട്ടെ ഫ്രീ സ്പിന്നിൽ നിന്ന് ആരെ കിട്ടുമെന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും സ്പിൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാരാന്ന് നോക്കട്ടെ എന്തായാലും. ഹെർവിഗോ ആരാണ്? എസ്കോ. ഗൈസ്, ഉള്ളിൽ കളറും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. എനിക്ക് തോന്നുന്നു അടിയിലെ വലിയ പ്ലെയർ ആയിരിക്കാം. നോക്കട്ടെ എന്തായാലും. ഓക്കെ, ആരാണ്? ഓക്കെ, സ്പാനിഷ് ലീഗാണ് ഗൈസ്. നമ്പർ 8 വാൽവേഡയാണ്. അപ്പോൾ നമുക്ക് വാൽവേഡനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ടാർഗറ്റ് പ്ലെയർ തന്നെയാണ്. അപ്പോൾ ആ റൈറ്റ് ബാക്കായിട്ടാണ് ഗൈസ് ഈ പ്രാവശ്യം വന്നേക്കുന്നത് വാൽവേഡെ. അപ്പോൾ നമുക്ക് എന്തായാലും കളിപ്പിച്ചൊക്കെ നോക്കാം. അപ്പോൾ അങ്ങനെ വാൽവേഡനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ വാൽവേഡെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ ഗൈസ്. ഡീറ്റെയിൽ ഉണ്ടോയെന്ന് നോക്കട്ടെ. ഓക്കെ, റൈറ്റ് ബാക്കായിട്ടാണ് വന്നേക്കുന്നത്. അറ്റാക്കിങ് ഫുൾ ബാക്കാണ്. ഓക്കെ, റൈറ്റ് ബാക്കിനുള്ള അത്യാവശ്യം ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും കളിപ്പിച്ച് നോക്കിയിട്ട് നമുക്ക് പറയാം എന്തായാലും. അപ്പോൾ പിന്നെ ഗൈസ്, വേറൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മുടെ മാച്ചിനകത്ത് വേറൊരു 50 പോയിൻ്റ് ഇവൻ്റ് കൂടി വന്ന് എടുക്കുന്നുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അത് ഇതിനകത്തായിരുന്നു ഗൈസ്, ഇതിനകത്തല്ല. ഓൺലൈൻ മാച്ചിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേറൊന്നുമല്ല ഗൈസ്, നമ്മുടെ ബാർസലോണയുടെ റൗണ്ട് 2 വന്നിട്ടുണ്ട്. അപ്പോൾ റൗണ്ട് 1 കളിച്ച് കംപ്ലീറ്റ് ചെയ്തവർക്ക് എന്തായാലും റൗണ്ട് 2 വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു 50 ക്ലബ് കോയിൻ കൂടി നമുക്ക് കിട്ടും ഗൈസ്. അപ്പോൾ അതെന്തായാലും നന്നായി.